തീരദേശത്തെ തരിമണലിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് തൃശൂരിലെ കർഷക കൂട്ടായ്മ. മതിലകം സ്വദേശികളായ 3 യുവാക്കളാണ് തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവ് നേടിയത്. 2 മാസം മുൻപ് മാത്രം കൃഷിയിലേക്കിറങ്ങിയ മൂവർക്കും വലിയ പിന്തുണയാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്നത്. മതിലകം പുതിയകാവ് സ്വദേശികളും സുഹൃത്തുക്കളുമായ മുഹമ്മദ് നബ്ജാൻ, മാസിൻ പി സുനിൽ, തമീസ് സഹൽ എന്നിവരാണ് കൃഷിയിലൊരു കൈ നോക്കിയത്. വ്യത്യസ്ത മേഖലകളിലായി ജോലി ചെയ്തിരുന്ന ഇവരുടെ വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു അത്. തീരദേശ മേഖലയായ മതിലകത്തെ തരിമണലിൽ കൃഷി ചെയ്താൽ വിജയിക്കുമോ എന്നതായി പിന്നീടുള്ള ആശങ്ക. എന്നാൽ 3 അംഗ സംഘം ആ വെല്ലുവിളി ഏറ്റെടുത്തു. രണ്ട് മാസം മുൻപാണ് സംഘം കൃഷി ആരംഭിച്ചത്. നബ്ജാന്റെ വീടിനോട് ചേർന്ന് 1 ഏക്കറോളം സ്ഥലം ഇതിനായി കണ്ടെത്തി. കാട് പിടിച്ചു കിടന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കി 2000 തൈകൾ വെച്ച് പിടിപ്പിച്ചു. 60 ദിവസത്തിനുള്ളിൽ തന്നെ മികച്ച വിളവാണ് ഈ യുവ കർഷകർക്ക് ലഭിച്ചത്. സമീസാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതിനെ യൂസേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തമീസ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മളൊരു മാർച്ച് 6-ാം തീയതി തുടങ്ങിയത്. അത് മാർച്ച് 6-ാം തീയതിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്ക് തൈ വെക്കാൻ പറ്റിയത്. അതിനുശേഷം ഒരു 60 ദിവസത്തെ വിളവെടുപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 1500 തൈ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന തൈകളാണ്. നബ്ജാനും മാസിനും സഹലിനും കൃഷി ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി മതിലകം കൃഷിഭവനും ഒപ്പമുണ്ടായിരുന്നു. കിരൺ, യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച് എന്നിങ്ങനെ വിത്തിനങ്ങളാണ് പരീക്ഷിച്ചത്. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകി ഗോമൂത്രവും സ്ലറിയുമാണ് വളമായി ഉപയോഗിച്ചത്. ആദ്യ ശ്രമത്തിൽ തന്നെ കൃഷിയും വിളവെടുപ്പും വിജയിച്ചതിൽ വലിയ സന്തോഷത്തിലാണ് 3 പേരും. കൂടുതൽ വിളകളും കാർഷിക പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള ഇവരുടെ തീരുമാനത്തിന് വലിയ പിന്തുണയാണ് ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.